അടുത്ത കമ്പനിയുടെ പേര് കൊടുക്കേണ്ടത് ഇവിടെ താഴെ ഷീറ്റിന്റെ അവിടെ എന്ത് ചെയ്യുക, അടുത്ത കമ്പനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെബാക് കമ്പനി. ഹെബാക് ഹെബാക് കമ്പനി ഹെബാക് കമ്പനി ഇങ്ങനെ കമ്പനിയുടെ പേര് കൊടുക്കുക. ഹെബാക്. ഇതാണ് ഹെബാക് കമ്പനിയുടെ പോസ്റ്റ് കേട്ടോ. ഹെബാക് 2016 സെപ്റ്റംബറിൽ ചോദിച്ചാൽ 2016 സെപ്റ്റംബറിൽ ചോദിച്ച ഹെബാക് കമ്പനി. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാലും ഫസ്റ്റ് റിക്വയർമെന്റ് വായിക്കണം. എന്താ റിക്വയർമെന്റ് എ വായിച്ചേ. കാൽക്കുലേറ്റ് ദ നെറ്റ് പ്രസന്റ് വാല്യൂ, NPV കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്, ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ് ഇൻ നോമിനൽ ടേംസ്. നോമിനൽ NPV ആണ് കാണുന്നത്. ഓക്കെ, രണ്ട് ടൈപ്പ് ക്വസ്റ്റൻ വരാൻ സാധ്യതയുള്ളത്, ഒന്ന് നോമിനലും ഒന്ന് റിയലും. ഇവിടെ ചോദിച്ചത് നോമിനൽ NPV ആണ്. ആൻഡ് കമന്റ് ഓൺ ഇറ്റ്സ് ഫൈനാൻഷ്യൽ ആക്സെപ്റ്റബിലിറ്റി, അതിന്റെ ഫൈനാൻഷ്യൽ ആക്സെപ്റ്റബിലിറ്റി, ആ പ്രോജക്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എന്ത് ചെയ്യണം, കമന്റും ചെയ്യണം. സോ എത്ര മാർക്ക് കിട്ടും, ഇത്രയും ചെയ്താൽ 12 മാർക്ക് കിട്ടും കേട്ടോ. 12 മാർക്ക് 12 മാർക്ക് കിട്ടും. സോ നമ്മൾ 12 മാർക്കിനുള്ള കാൽക്കുലേഷൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്ത് ചെയ്യുക, എല്ലാവരും സ്പ്രെഡ്ഷീറ്റ് എടുക്കുക. എടാ നോമിനൽ NPV ഏത് ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ കാര്യമുണ്ട്. ആ സ്റ്റെപ്പുകൾ എന്ത് ചെയ്യുക, ഫോർമാറ്റ് എന്ത് ചെയ്യുക, അതേപോലെ എഴുതി വെക്കുക. ഓക്കെ, ഞാൻ എ ചെയ്യാൻ പോകുന്നത്. എ നോമിനൽ NPV. നോമിനൽ NPV. ഓക്കെ, എന്ത് ചെയ്യുക, സ്റ്റെപ്പുകൾ അതേപോലെ എഴുതി വെക്കാം. ഇയർ, യൂണിറ്റ്സ്, ഇയർ, സെയിൽസ്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, അത്രയും ചെയ്താൽ എന്ത് കിട്ടും, ടാക്സബിൾ ക്യാഷ് ഫ്ലോ. നേരത്തെ പോലെ തന്നെ കേട്ടോ, ടാക്സബിൾ ക്യാഷ് ഫ്ലോ കിട്ടും. ഇനിയോ അതിൽ നിന്ന് എന്ത് കുറക്കണം, ടാക്സ് കുറക്കണം. ടാക്സ് ഒരു പെർസെൻറ്റേജ് ഉണ്ടാവും, ആ പെർസെൻറ്റേജിൽ ടാക്സ് കുറക്കണം. അപ്പോൾ എന്ത് കിട്ടും, ടാക്സ് സേവിങ്സ് കിട്ടും. പിന്നെ കഴിഞ്ഞ ക്വസ്റ്റനിൽ ഇല്ലായിരുന്നു ഒരു വർക്കിംഗ് ക്യാപിറ്റലിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ അത്രയും ചെയ്താൽ ടാക്സബിൾ ക്യാഷ് ഫ്ലോ കിട്ടും. സോറി, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ബാർ സ്ക്രാപ്പ് വാല്യൂ ചെയ്യണം. അത്രയും ചെയ്താൽ നേരത്തെ ക്വസ്റ്റൻ അതേപോലെ തന്നെ ഫോർമാറ്റ് സെയിമാ, എല്ലാ ക്വസ്റ്റിനും ഫോർമാറ്റ് സെയിമാ. ടാക്സബിൾ ക്യാഷ് ഫ്ലോ കിട്ടും. ആ ടാക്സബിൾ ക്യാഷ് ഫ്ലോ, സോറി ടാക്സബിൾ ക്യാഷ് ഫ്ലോ അല്ല, നെറ്റ് ക്യാഷ് ഫ്ലോ. നെറ്റ് ക്യാഷ് ഫ്ലോ കിട്ടും. ആ നെറ്റ് ക്യാഷ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ NPV കിട്ടും. സെയിം പോലെ ഒരു അഡീഷണലി വർക്കിംഗ് ക്യാപിറ്റലും കൂടി എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി കേട്ടോ. ഇത് വർക്കിംഗ് ക്യാപിറ്റലാണ്. വർക്കിംഗ് ക്യാപിറ്റലാണ്. ഒരു കോൾ. ഹലോ. ഓക്കെ, അടുത്തത് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ എന്ത് കിട്ടുക, NPV കിട്ടോ. സെയിം പോലെ എല്ലാ ക്വസ്റ്റിനും സെയിം പോലെ തന്നെ, എല്ലാ ക്വസ്റ്റിനും സെയിം പോലെ തന്നെയാണ്. എന്തെങ്കിലും ഇല്ലാത്തതിലേക്ക് കൺട്രോൾ മൈനസ് അടിച്ചാൽ സെൽ എന്താവും, അവിടെ ഫുൾ സെലക്ട് ചെയ്തിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, അത് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ മൈനസ് അടിച്ചാൽ മതി, അപ്പോൾ ഡിലീറ്റ് ആയി പോകും. ഓക്കെ, കൺട്രോൾ മൈനസ് അടിച്ചാൽ ഡിലീറ്റ് ആയി പോകും കേട്ടോ. സോ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടോ നോക്കുക. അതേപോലെ ഓരോന്നും ചിലപ്പോൾ ടാക്സ് ഉണ്ടാവില്ല, അപ്പോൾ ടാക്സും ടാക്സ് സേവിങ്സ് ഉണ്ടാവില്ല. ഓക്കെ, എനിവേ ഇതേപോലെ ഒന്ന് എഴുതി എടുത്തിട്ട് ഒന്ന് ഓക്കെ എന്ന് കമന്റ് ചെയ്തേ. എല്ലാ ക്വസ്റ്റിനും ഇതിന് സ്റ്റെപ്പിന് മാർക്ക് ഉണ്ട്, ഈ ഫോർമാറ്റിന് മാർക്ക് ഉണ്ട്. അപ്പോൾ എക്സാമിന് അഥവാ നോർമൽ NPV ക്വസ്റ്റൻ ചോദിച്ചാൽ ഈ ഫോർമാറ്റ് ചെയ്ത് വെച്ചാൽ മതി, എന്ത് കിട്ടും, ആ മാർക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. എന്തൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും, പിന്നെ ഇവര് ക്വസ്റ്റ്യൻ വായിക്കാതെ തന്നെ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്താ വെച്ചാൽ ഇവർ 4 വർഷത്തെ പ്രൊജക്ട് ആണ്, 1 2 3 4. ഓക്കെ, അതിന് പുറമെ അവർ ടാക്സ് എങ്ങനെ അടക്കുന്നു നോക്കുക. ടാക്സ് താഴെ പറയുന്നത് ഓക്കെ 20% അവർ ടാക്സ് അടക്കുന്നുണ്ട്, 20% ടാക്സ് അടക്കുന്നുണ്ട്. സോ ഈ ടാക്സിന്റെ റേറ്റ് എത്രയാണ്, 20% ആണ്. 20% ടാക്സ് അടക്കുന്നത് 20%. ഓക്കെ, ഇനി അവർ ടാക്സ് അടക്കുന്നത് ടാക്സ് ലയബിലിറ്റി ബീങ് സെറ്റിൽ ഇൻ ദ ഇയർ ഇൻ വിച്ച് അറൈസസ്, ഏത് വർഷമാണോ വരുന്നത് ആ വർഷം തന്നെയാണ്, സെയിം ഇയറിലാണ് എന്ത് ചെയ്യുന്നത്, അവർ ടാക്സ് അടക്കുന്നത്. സോ ഞാൻ അഡീഷണൽ ഒരു ഇയർ കാണിക്കണോ, 4 ഇയറിന് ശേഷം ഒരു ഇയർ കാണിക്കണോ എന്ന് കമന്റ് ചെയ്തേ. നോ, കാണിക്കേണ്ട ആവശ്യമില്ല, കാണിക്കണ്ട കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, പിന്നെ ഇയർ കൊടുക്കുകയാണ്. ഇയർ 4 വർഷമാണ്, സോ 0 തൊട്ട് കൊടുക്കുക. 0 ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കാണിക്കാൻ ഇയർ 0 തൊട്ട് കൊടുക്കുക. 1 2 അപ് ടു എന്ത് ചെയ്യുക 4 വരെ. ഓക്കെ, ഇയർ കൊടുത്തു, ടാക്സിന്റെ പെർസെന്റേജ് കൊടുത്തു. പിന്നെ ഇനി എന്ത് ചെയ്യുക, നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയണേ. ദ കമ്പനി ഹാസ് അണ്ടർടേക്കൻ മാർക്കറ്റ് റിസർച്ച് ആൻഡ് ടെസ്റ്റ് മാർക്കറ്റിംഗ് അറ്റ് എ കോസ്റ്റ് ഓഫ് $5 lakh. 5 ലക്ഷം കൊടുത്തിട്ട് അവരൊരു മാർക്കറ്റ് റിസർച്ച് നടത്തിയിട്ടുണ്ട്, ഓൾറെഡി നടത്തിയിട്ടുണ്ട്, അതായത് ഇൻകർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് റെലവെന്റ് ആണോ അല്ലയോ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണിക്കാൻ പറ്റുമോ, റെലവെന്റ് ആണോ? നോ, കാരണം എന്താ, അത് എന്ത് കോസ്റ്റാ, കാരണം എന്താ, അത് എന്ത് കോസ്റ്റാ പറയാൻ പറ്റുമോ, പാസ്റ്റ് ആണ്, സംഘാണ് അല്ലെങ്കിൽ പാസ്റ്റ് ആണ്, അത് ഓൾറെഡി ഇൻകർ ചെയ്താണ്, അത് റെലവെന്റ് അല്ല, എടുക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, പിന്നെ താഴെ പറയുന്നുണ്ട് സെയിൽസ് വോളിയം പറയുന്നുണ്ട്, യൂണിറ്റ്സ്. നമുക്ക് എന്ത് ചെയ്യാം, യൂണിറ്റ്സ് എടുക്കണം. അപ്പൊ യൂണിറ്റ്സ് എടുക്കുമ്പോൾ 3 zeros ഒഴിവാക്കി എടുക്കുക, 200 800 900 400. അപ്പൊ യൂണിറ്റ്സ് എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. ഇയർ 1 200 800 900 400 അങ്ങനെ യൂണിറ്റ്സ് കൊടുത്തേ. നമ്പർ ഓഫ് യൂണിറ്റ്സ് 3 zeros ഒഴിവാക്കി എടുക്കുക. 3 zeros ഒഴിവാക്കി എടുക്കുമ്പോൾ എല്ലാം എന്ത് ചെയ്യണം, 3 zeros ഒഴിവാക്കണം കേട്ടോ. ഒരു സ്ഥലത്ത് മാത്രം ഒഴിവാക്കരുത്, ഒഴിവാക്കുകയാണെങ്കിൽ മൊത്തത്തിൽ എന്ത് ചെയ്യാം, 3 zeros ഒഴിവാക്കുക. ഓക്കെ, 200 800 900 400. ഓക്കെ, ഇനി അവർ പറയുന്നു സെല്ലിംഗ് പ്രൈസ് എത്രയാ, $15 $18 $22 $22. ഇതാണ് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, പക്ഷേ അതിന് എന്ത് സംഭവിക്കുന്നുണ്ട്, 4% താഴെ പറഞ്ഞു. ഇതൊക്കെ മുകളിലൊക്കെ എന്താ കറന്റ് പ്രൈസ് ടേംസിലാണ്, അത് ഇന്നത്തെ പ്രൈസ് ടേംസിലാണ്. അതിനൊക്കെ 4% എന്തുണ്ട്, ഇൻഫ്ലേഷൻ ഉണ്ട് സെയിൽസിന്, സെല്ലിംഗ് പ്രൈസിന്. അപ്പൊ ഞാൻ ഇൻഫ്ലേറ്റ് ചെയ്യാൻ പോവാണ്. ഈക്വൽ ടു പ്രസ് ചെയ്യാം. $15 അല്ലേ ഫസ്റ്റ് ഇയറിൽ $15, അതിന് എത്ര ശതമാനം ഇൻഫ്ലേഷൻ ഉണ്ട്,
4% ഇൻഫ്ലേഷൻ ഉണ്ട്. 4% എന്ന് പറഞ്ഞാൽ 1+0.04 റേസ് ടു എന്ന് കൊടുക്കുക. 4% ഒരു തവണ, ആദ്യത്തെ വർഷം ആകുമ്പോൾ ഒരു തവണ ഇൻഫ്ലേറ്റ് ആവും. റേസ് ടു 1. ഇപ്പം എന്ത് കിട്ടും? ഇൻഫ്ലേറ്റഡ് സെല്ലിംഗ് പ്രൈസ്, അതായത് 4% കൂടി 15.6 ഉണ്ടാവും. ഓക്കെ, അത് ഒരു യൂണിറ്റിനാണ്. നമുക്ക് എന്ത് ചെയ്യണം? ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ചെയ്യണം കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ചെയ്യണം. സോ ഇങ്ങനെ ചെയ്താലാണ് എന്ത് കിട്ടുക? പിന്നെ ഇൻഫ്ലേറ്റഡ് സെയിൽസ് കിട്ടുക. അത് നോമിനൽ സെയിൽസ്, അത് കറന്റ് പ്രൈസ് ടേംസിലെ സെയിൽസ് നമ്മൾ എന്ത് ചെയ്തു? ഇൻഫ്ലേറ്റ് ചെയ്തു. അപ്പോൾ നോമിനൽ സെയിൽസ് കിട്ടും. ഓക്കെ, എൻ്റർ അടിക്കുക. അപ്പോൾ എന്ത് കിട്ടും? സെയിൽസ് കിട്ടും കേട്ടോ. ഓക്കെ, ഇത് ഡ്രാഗ് ചെയ്താൽ ഉത്തരം ശരിയാവുമോ എന്ന് പറഞ്ഞേ. ഇത് ഡ്രാഗ് ചെയ്താൽ ആൻസർ കറക്റ്റ് ആവുമോ ഒന്ന് കമന്റ് ചെയ്തേ. സോ നോ. കാരണം എന്താ? എല്ലാ വർഷത്തെ സെയിൽസും ഡിഫറെന്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? 15 വരേണ്ടത്, അടുത്ത എത്ര വരേണ്ടത്? 18 ആണ്, 22 ആണ്, 22 ആണ്. വായോ 18 ആണ്. പിന്നെ അടുത്ത വർഷം എന്തായി? 22 ആയി കേട്ടോ. 22 ആയി. ഡ്രാഗ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഓരോ സ്ഥലത്ത് പോയിട്ട് മാറ്റി കൊടുക്കുക. 18, 22, 22. സെയിൽസ് എങ്ങനെ മാറ്റിയിട്ട് എന്ത് ചെയ്യുക? അതിന്റെ ഡെസിമൽ പോയിന്റ്സ് ഒഴിവാക്കണേ. ഡെസിമൽ പോയിന്റ്സ് ഒഴിവാക്കണം. ഓക്കെ, സെയിൽസ് ഔട്ട്ഫ്ലോ ആണോ ഇൻഫ്ലോ ആണോ? കമന്റ് ചെയ്തേ. പോസിറ്റീവ് ആയിട്ടാണ് കാണിക്കേണ്ടത്, നെഗറ്റീവ് ആയിട്ടാണ് കാണിക്കേണ്ടത്? എന്താ? ഇൻഫ്ലോ ആണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് കാണിച്ചു. ഇനി ഇതേപോലെ വേരിയബിൾ കോസ്റ്റ് കാണണം. വേരിയബിൾ കോസ്റ്റ് എല്ലാ വർഷവും സെയിം അവിടെ. ഓക്കെ, പക്ഷേ അതിന് എത്ര ശതമാനം ഇൻഫ്ലേഷൻ ഉണ്ട്? 5% ഇൻഫ്ലേഷൻ ഉണ്ട് വേരിയബിൾ കോസ്റ്റിന്. അപ്പോൾ ഞാൻ വേരിയബിൾ കോസ്റ്റ് 5% ഇൻഫ്ലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈക്വൽ ടു പ്രസ് ചെയ്യുക. വേരിയബിൾ കോസ്റ്റ് $9 ആണ്. ഇൻറ്റു 1+0.05 5%. റേസ് ടു എത്ര കൊടുക്കുക? ഇയർ 1ലേക്ക് കണക്ഷൻ കൊടുക്കുക. അത് ഒരു യൂണിറ്റിന്റെ വേരിയബിൾ കോസ്റ്റ് എടുക്കുക. നമുക്ക് എന്ത് വേണം? 200 യൂണിറ്റിന്റെ വേരിയബിൾ കോസ്റ്റ് വേണം. എൻ്റർ അടിക്കുക. എന്നിട്ട് ഇത് എന്ത് ചെയ്യുക? ഡ്രാഗ് ചെയ്യുക. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. ഡ്രാഗ് ചെയ്യുന്നതിന് മുമ്പ് അത് മൈനസ് വരണം. വേരിയബിൾ കോസ്റ്റ്, സോറി, 9ന്റെ അവിടെ എന്ത് ചെയ്യുക? ഒരു മൈനസ് ഇട്ട് കൊടുക്കട്ടോ. 9ന്റെ അവിടെ ഒരു മൈനസ് കൊടുത്താൽ മതി. ഇപ്പൊ എന്താവും? വേരിയബിൾ കോസ്റ്റ് മൈനസ് ആവും. ഓക്കെ, മൈനസ് വാല്യൂ കിട്ടും. ഇത് ഡ്രാഗ് ചെയ്യാം. വേരിയബിൾ കോസ്റ്റ് അല്ലേ? ഔട്ട്ഫ്ലോ ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവാ. അപ്പൊ എന്ത് ചെയ്യണം? നെഗറ്റീവിൽ കാണിക്കണം. കാണിച്ചോ? വാല്യൂ എന്തെങ്കിലും കിട്ടാത്തതോ അല്ലെങ്കിൽ വീണ്ടും കാണിക്കണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കട്ടോ. വീണ്ടും ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഓക്കെ, ഇനി അടുത്തത് ഫിക്സഡ് കോസ്റ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് അവർ പെർ യൂണിറ്റ് അല്ല പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫിക്സഡ് കോസ്റ്റ് 500,000 ആണ്. അതായത് 5 ലക്ഷം ഡോളർ ആണ്. അത് കറന്റ് പ്രൈസ് ടേംസിലാണ്. അതിന് 8% ഇൻഫ്ലേഷൻ സംഭവിക്കും. മറ്റേതൊക്കെ പെർ യൂണിറ്റ്, ഇത് ടോട്ടൽ കൊടുത്തത്. ടോട്ടൽ വാല്യൂ പെർ ഇയർ ഒരു വർഷത്തെ ടോട്ടൽ വാല്യൂ ആണ്. ഇനി അതിന്റെ നമ്പർ ഓഫ് യൂണിറ്റ്സ് വെച്ച് ചെയ്യണോ? എസ് ഓർ നോ? കമന്റ് ചെയ്തേ. എസ് ഓർ നോ? ടോട്ടൽ കൊടുത്തു. ഇനി അതിന്റെ നമ്പർ ഓഫ് യൂണിറ്റ്സ് വെച്ചിട്ട് വീണ്ടും ചെയ്യണോ? വേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി എന്തിലുള്ളത്? ടോട്ടലിലുള്ളത് 500,000 ആണ്. കറന്റ് പ്രൈസ് ടേംസ്, ഇന്നത്തെ പ്രൈസ് ടേംസിൽ അതിന് എന്ത് ചെയ്യേണ്ടി വരും? എത്ര ശതമാനം ഇൻഫ്ലേറ്റ് ചെയ്യേണ്ടി വരും? അതിന് എത്ര ശതമാനം ഇൻഫ്ലേറ്റ് ചെയ്യേണ്ടി വരും? 8% ഇൻഫ്ലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ 500,000 ആണ്. നമുക്ക് എന്തെടുക്കാം? 3 സീറോസ് ഒഴിവാക്കിയിട്ട് 500 എടുക്കാം. സോ ഈക്വൽ ടു 500 എടുക്കുക. ഇൻറ്റു എത്ര ശതമാനം ഇൻഫ്ലേഷൻ? 8%. 1+0.08 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. റേസ് ടു 1. ഇനി നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ടോട്ടൽ അവർ തന്ന വാല്യൂ ടോട്ടലാണ്. പക്ഷേ ഇതെന്ത് വേണം? നെഗറ്റീവ് എടുക്കണം. സോ -500 കൊടുക്കണം. ആൻസർ എന്തായി മാറും? നെഗറ്റീവായി മാറും. എന്നിട്ട് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഇൻഫ്ലേറ്റഡ് എന്ത് കിട്ടും? ഫിക്സഡ് കോസ്റ്റ് കിട്ടും. ഇൻഫ്ലേറ്റഡ് ഫിക്സഡ് കോസ്റ്റ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടാക്സബിൾ ക്യാഷ് ഫ്ലോ കിട്ടും. ടാക്സബിൾ ക്യാഷ് ഫ്ലോ. സോ ഈക്വൽ ടു പ്രസ് ചെയ്യുക. SUM അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് മൂന്നിന്റെയും സമ്മാണ് ടാക്സബിൾ ക്യാഷ് ഫ്ലോ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ അടിക്കുക. ഇവിടെ 0 ആയതുകൊണ്ട് 0 വന്നു. ഓക്കെ, ബാക്കി കൊടുത്തിട്ട് എന്ത് വരും? വാല്യൂ വരും കേട്ടോ. ഇനി അവിടെ 0 കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ടാക്സബിൾ ക്യാഷ് ഫ്ലോ ഇത് വേണമെങ്കിൽ കളർ ചെയ്തു, നിർബന്ധമൊന്നുമില്ല. ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് കളർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇത് വേണമെന്നില്ല. 0 കാണിക്കണമെന്നില്ല. ഓക്കെ, എല്ലാവർക്കും ഈ ടാക്സബിൾ ക്യാഷ് ഫ്ലോ കിട്ടിയോ? ഇതേപോലെ വാല്യൂ കിട്ടിയോ? അതേപോലെ വാല്യൂ കിട്ടിയിട്ടൊന്ന് കമന്റ് ചെയ്തേ. കമന്റ് ചെയ്തേ. കിട്ടിയവര്, സെയിം വാല്യൂ കിട്ടിയവര്. ഓക്കെ, കിട്ടാത്തവർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കട്ടോ. നമ്മൾ വെറുതെ എന്ത് ചെയ്യണ്ട, മീൻസ് നമ്മൾ കൂടെ തന്നെ ചെയ്യാം. നമ്മൾ കൂടെ ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഐഡിയ മനസ്സിലാകത്തുള്ളൂ. എനിക്ക് എക്സാമിന് ആ ഒരു ടെക്നിക്ക് പിടുത്തം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കൂടെ ചെയ്യണം കേട്ടോ. നമ്മൾ കൂടെ ചെയ്തു പോകണം. ഓക്കെ, എനിവേ ഇതിന്റെ മുകളിലാണ് ഈ ടാക്സബിൾ ക്യാഷ് ഫ്ലോന്റെ മുകളിലാണ് നമ്മൾ ടാക്സ് അടക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ടാക്സബിൾ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. സോ ഇതിന്റെ മുകളിൽ എന്ത് ചെയ്യണം? നമ്മൾ ടാക്സ് അടക്കണം. ഓക്കെ, ടാക്സ് അടക്കണം. അവർ ടാക്സ് എത്ര പെർസെന്റേജ് അടക്കുന്നത് പറഞ്ഞ് നമ്മൾ നേരത്തെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര? 20%. സോ ഈ ടാക്സബിൾ ക്യാഷ് ഫ്ലോന്റെ മുകളിൽ ഇൻറ്റു 20% എന്ത് പോകും? ടാക്സ് പോകും. അടക്കുന്നത് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ആണ്. കമന്റ് ചെയ്തേ. ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ആണോ? ടാക്സ് അടക്കുന്നത് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ആണോ? നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവാണോ? ഔട്ട്ഫ്ലോ ആണ്. ഓക്കെ, വെരി ഗുഡ്. ഔട്ട്ഫ്ലോ ആണ്. ഓക്കെ, സോ മൈനസ് കൊടുക്കണം. അവിടെ എന്താ? വാല്യൂ മൈനസിലാവും.
ഇവിടെ സെയിം ഇയർ തന്നെ കാണിക്കാൻ പറ്റും. കാരണം എന്താ, അവർ സെയിം ഇയറിലെ ടാക്സ് അടക്കുന്നത്. അരിയേഴ്സ് ആണെങ്കിൽ ഒരു വർഷം അങ്ങോട്ട് തള്ളിച്ചാണ്ടായിരിക്കും കാണിക്കുക. ഈ വർഷത്തെ ടാക്സ് കിട്ടുക അടുത്ത വർഷമായിരിക്കും, ഈ വർഷത്തെ ടാക്സ് അടക്കുക, ടാക്സ് ക്യാഷ് നമ്മൾ ടാക്സ് അടക്കുക അടുത്ത വർഷമായിരിക്കും. ഇവിടെ സെയിം ഇയർ തന്നെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നു കേട്ടോ. ഓക്കെ, ഇൻറ്റു 20% ടാക്സബിൾ ക്യാഷ് ഫ്ലോന്റെ 20% നമ്മൾ ടാക്സ് ആയിട്ട് അടച്ചു. ഇനി ടാക്സ് സേവിങ്സ് കാണണം, നമുക്ക് എത്രത്തോളം ടാക്സ് സേവ് ചെയ്യാൻ പറ്റും. ആര് കാരണമാണ്, അപ്പോൾ വർക്കിംഗ് നോട്ട് ഇടണേ, ടാക്സ് സേവിങ്സിന്റെ അവിടെ വർക്കിംഗ് നോട്ട്. ആര് കാരണമാണ് ടാക്സ് സേവിങ്സ് കിട്ടുക എന്ന് കമന്റ് ചെയ്തേ. ആര് കാരണമാണ് ടാക്സ് സേവിങ്സ് കിട്ടുക? ഡിപ്രിസിയേഷൻ. വെരി ഗുഡ്, ഡിപ്രിസിയേഷൻ. സോ ടാക്സ് സേവിങ്സിന്റെ വർക്കിംഗ് ചെയ്യണം. ഇപ്പോൾ കൺട്രോൾ സി, കൺട്രോൾ വി, നമ്മൾ ടാക്സ് സേവിങ്സിന്റെ വർക്കിംഗ് ആണ്. എന്ത് ചെയ്യണം, അതിന് ഇയർ വേണം. ഇയർ വേണം, എല്ലാ ദിവസവും ഒരേപോലെ കേട്ടോ. ഡിപ്രിസിയേഷൻ വേണം, ടാക്സ് സേവിങ്സ് വേണം. ഡിപ്രിസിയേഷൻ കണ്ടാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടാക്സ് സേവിങ്സ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ആദ്യം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്ര നോക്കുക, എത്രയും എത്ര കുറഞ്ഞു നോക്കുക. ഈ 5 ലക്ഷം എന്തായാലും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല. സോ അതെന്താ, അത് ഓൾറെഡി ഇൻവേർഡ് ആണ്. അതല്ലാതെ അവർ പറയുന്നു ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എക്യുപ്മെന്റ് ഫോർ ന്യൂ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അതിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 2.5 മില്യൺ ആണ്. അപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ താഴെ അവർ പറയുന്നു സ്ക്രാപ്പ് വാല്യൂ 1,25,000 ആണ്. 1,25,000 ആണ്. സോ ഇവിടെ 2.5 മില്യൺ നമ്മൾ തൗസൻഡ്സിൽ എടുക്കുമ്പോൾ എത്ര എടുക്കാൻ പറ്റും? കമന്റ് ചെയ്തേ. 2.5 മില്യൺ നമ്മൾ 3 zeros ഒഴിവാക്കി എടുക്കുക. 25 ലക്ഷത്തിൽ 3 zeros പോയാൽ എത്ര വരും? 2,500 ആവും കേട്ടോ. 2.5 മില്യൺ 3 zeros ഒഴിവാക്കിയാൽ 2,500 ആവും. ഓക്കെ, 2,500 ആണ് അതിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. അത് ഇവിടെ കാണിച്ചു, ഇയർ 0 മുകളിൽ കാണിച്ചു. അത് പിന്നെ 4 വർഷം കഴിയുമ്പോൾ എത്രയായി മാറും? 1,25,000 ആവും. സോ 3 zeros ഒഴിവാക്കാം, 125 ആവും കേട്ടോ. 4 വർഷം കഴിയുമ്പോൾ എത്രയായി? 125 ആയി. സോ ഇത്രയും വാല്യൂ ഈ 4 വർഷം കൊണ്ട് എന്തുണ്ടാവും? ഡിപ്രിഷിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. അവർ ഏത് മെത്തേഡിലാണ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ടാവും. ഓക്കെ, അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 25% റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡാണ്. എല്ലാ ക്വസ്റ്റിനും 25%, അതായത് നോർമൽ എൻട്രിന്റെ എല്ലാ ക്വസ്റ്റിനും 25% റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡിലായിരിക്കും. സോ എന്ത് ചെയ്യുക, ഞാൻ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഈ 25,000 2,500ന്റെ 25% എന്താവും? ആദ്യത്തെ വർഷം ഡിപ്രിസിയേറ്റ് ചെയ്ത് പോകും. 625 കുറഞ്ഞു, 25% റെഡ്യൂസിംഗ് ബാലൻസ് റെഡ്യൂസ് ആയി വരികയാണ്. ഓക്കെ, അടുത്ത വർഷം ഇതിന്റെ എത്ര ശതമാനമാണ് കണ്ടത്? ഈ ഒന്നാമത്തെ വർഷം ഡിപ്രിസിയേഷന്റെ എത്ര ശതമാനം കണ്ടത് എന്ന് പറഞ്ഞേ, ഒന്ന് കമന്റ് ചെയ്തേ. ആർക്ക് ഐഡിയ നോട്ടെ. ഒന്നാമത്തെ 75%, ഇതിന്റെ 75% കണ്ടാൽ മതി. അടുത്ത വർഷത്തെ ഡിപ്രിസിയേഷൻ ഇൻറ്റു 75%. ഓക്കെ, അടുത്ത വർഷവും ഇത് ഡ്രാഗ് ചെയ്യുക, കാരണം 75% കുറയും. 75% കുറയും. ഏറ്റവും അവസാനത്തെ വർഷം നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. അതായത് ഈ 2,500 നിന്ന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ആദ്യത്തെ വർഷം വന്ന ഡിപ്രിസിയേഷൻ കുറക്കുക, രണ്ടാമത്തെ വർഷം വന്ന ഡിപ്രിസിയേഷൻ കുറക്കുക, മൂന്നാമത്തെ വർഷം വന്ന ഡിപ്രിസിയേഷൻ കുറക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 125 അതായത് സ്ക്രാപ്പ് വാല്യൂ കൂടി കുറക്കുക. അപ്പോഴാണ് എന്ത് ചെയ്യുക, അവസാനത്തെ വർഷത്തെ ഡിപ്രിസിയേഷൻ കിട്ടുക. ഓക്കെ, ഇങ്ങനെ ചെയ്യണേ. ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. എന്താ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നിന്ന് എല്ലാ വർഷം വന്ന ഡിപ്രിസിയേഷനും കുറക്കുക, എന്നിട്ട് സ്ക്രാപ്പ് വാല്യൂ കൂടി കുറക്കുക. എങ്കിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ, അവസാനത്തെ വർഷത്തെ ഡിപ്രിസിയേഷൻ. കിട്ടിയോ? ഡിപ്രിസിയേഷന്റെ മുകളിലാണ് ടാക്സ് സേവിങ്സ് കാണുന്നത്. സോ ഡിപ്രിസിയേഷന്റെ മുകളിൽ അവർ എത്ര ശതമാനം ടാക്സ് അടക്കുന്നുണ്ട്? 20%. അത്രയും എമൗണ്ട് കിട്ടും, ടാക്സ് സേവിങ്സ് കിട്ടും. ഡിപ്രിസിയേഷന്റെ മുകളിൽ അത്രയും എമൗണ്ട് ടാക്സ് സേവിങ്സ് കിട്ടും. അത് ഡ്രാഗ് ചെയ്താൽ മതി, എല്ലാ വർഷത്തെ ടാക്സ് സേവിങ്സും കിട്ടും. ഇത്രയും എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സ് സേവ് ആവുന്നുണ്ട്. 125, 94, 70, 186. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഇക്വേഷൻ ആണ് ഡിപ്രിസിയേഷൻ ഇൻറ്റു ടാക്സിന്റെ റേറ്റ്. ഇപ്പൊ കിട്ടും, ടാക്സ് സേവിങ്സ് കിട്ടും. ഈ വാല്യൂസ് ആണ് ഇവിടെ പോവുക. അത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കോപ്പി പേസ്റ്റ് ചെയ്താൽ തെറ്റും. ഇക്വേഷണൽ ടാക്സ് സേവിങ്സ് ഒന്നുമില്ല. ഈക്വൽ ടു പ്രസ് ചെയ്യുക. പിന്നെ ഈ ഡിപ്രിസിയേഷന്റെ മുകളിൽ 20% ഇക്വേഷനാ. ഡിപ്രിസിയേഷൻ ഇൻറ്റു ടാക്സിന്റെ പെർസെന്റ് നമ്മൾ ഇക്വേഷൻ പഠിച്ചില്ലേ? ടാക്സ് സേവിങ്സ് കാണുന്ന ഡിപ്രിസിയേഷൻ ഇൻറ്റു ടാക്സ് സേവിങ്സ് 20% ചെയ്യുക. എന്നിട്ട് അത് ഡ്രാഗ് ചെയ്താൽ മതി. ഇത് ഡ്രാഗ് ചെയ്യാം. കിട്ടിയോ? ഡിപ്രിസിയേഷൻ ഇൻറ്റു ടാക്സിന്റെ പെർസെന്റ്. ആ ഡിപ്രിസിയേഷൻ കാണാനാണ് നമ്മൾ ഇത് ചെയ്തത്, ഈ സ്റ്റെപ്പ് ചെയ്തത്. ഡിപ്രിസിയേഷൻ കണ്ടു, എന്നിട്ട് ടാക്സിന്റെ പെർസെന്റ് 20 നമുക്ക് അറിയാം. അവർ അടക്കുന്ന ടാക്സ് 25 അല്ലടാ, അവർ അടക്കുന്ന ടാക്സിന്റെ പെർസെന്റ്. ഡിപ്രിസിയേഷൻ 25, അതുകൊണ്ട് നമ്മൾ ഇവിടെ 25 ചെയ്ത്. 2,500 എന്താ, 25 കുറഞ്ഞു വരും. 25 ഇവിടെ കുറഞ്ഞു, പിന്നെയും 25% വീണ്ടും കുറഞ്ഞുണ്ടാവും. 25% കൊണ്ട് അവസാനത്തെ വർഷം ഒരു പ്രൊഡ്യൂസിംഗ് ബാലൻസ്, ഒരു ബാലൻസിംഗ് ഫിഗർ വരും. അത് 25 പക്ഷേ ടാക്സ് അവർ അടക്കുന്നത് 20%. ഇവിടെ കണ്ടോ, അവർ ടാക്സ് അടക്കുന്നത് എന്താ, 20%. സോ എന്ത് ചെയ്യണം, ഡിപ്രിസിയേഷൻ ഇൻറ്റു അവർ അടക്കുന്ന ടാക്സിന്റെ പെർസെന്റേജ്. ഓക്കെ, ആ വാല്യൂസ് ഒക്കെ എവിടെ പോകും? ഇവിടെ കേട്ടോ. ഈക്വൽ ടു പ്രസ് ചെയ്യുക, ഈ വാല്യൂ സെലക്ട് ചെയ്യുക, ഇയർ 1. ഓക്കെ, ടാക്സ് സേവിങ്സ് അത് എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഡ്രാഗ് ചെയ്താൽ മതി. ടാക്സ് സേവിങ്സ് ഔട്ട്ഫ്ലോ ആണോ ഇൻഫ്ലോ ആണോ എന്ന് കമന്റ് ചെയ്തേ. ടാക്സ് സേവിങ്സ് ഔട്ട്ഫ്ലോ ആണോ ഇൻഫ്ലോ ആണോ? ഇൻഫ്ലോ ആണ്, അത് പൈസ എന്താ സേവ് ആവുന്നല്ലേ, ഇൻഫ്ലോ ആണ്. ടാക്സ് പേയ്മെന്റ് നമ്മൾ അടക്കുന്നതാണ് 20%, അങ്ങോട്ട് അടച്ചു. ഈ ടാക്സ് സേവിങ്സ് ഡിപ്രിസിയേഷൻ കാരണം ഇത്രയും പൈസ എന്തായി, ടാക്സ് സേവ് ആയി, ടാക്സ് സേവിങ്സ്. ഓക്കെ, ഇനി അടുത്തത് വർക്കിംഗ് ക്യാപിറ്റൽ കാണാം. വർക്കിംഗ് ക്യാപിറ്റൽ കുറിച്ച് അവർ എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് 1.5 മില്യൺ. 1.5 മില്യൺ എന്ത് വേണം, വർക്കിംഗ് ക്യാപിറ്റൽ വേണം. വിൽ ബി റിക്വയർഡ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷൻ. ഒന്നാമത്തെ വർഷത്തിൽ എന്ത് വേണം, സ്റ്റാർട്ട് ഓഫ് ഫസ്റ്റ് ഇയർ, അതായത് ഒന്നാമത്തെ വർഷത്തിൽ തുടക്കത്തിൽ എന്ത് വേണം, 1.5 മില്യൺ വേണം. അത് കഴിഞ്ഞാൽ ഓരോ വർഷവും അഡീഷണലി എത്ര വേണം, 6% കൂടും. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഉണ്ട്, 6% വർക്കിംഗ് ക്യാപിറ്റൽ കൂടി വരും. നമ്മൾ എന്ത് മാത്രം ആദ്യത്തെ വർഷം 1.5 മില്യൺ ആ ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ കൂടുതൽ എത്ര വേണോ അത്ര എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അഡീഷണലി എന്തെങ്കിലും വേണമെങ്കിൽ കൊടുത്താൽ മതി. സോ ഇവിടെ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നുണ്ട്.
സോ നമ്മൾ എന്ത് ചെയ്യുക, വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു വർക്കിംഗ് നോട്ട് ഇടുക, വർക്കിംഗ് നോട്ട് 2, വർക്കിംഗ് ക്യാപിറ്റൽ വർക്കിംഗ് നോട്ട് 2. സോ ഞാൻ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യാൻ പോവാണ്, Ctrl+C Ctrl+V, വർക്കിംഗ് ക്യാപിറ്റലിന്റെ എന്ത് വർക്കിംഗ് നോട്ട്. സോ ഇയർ വേണമെങ്കിൽ എന്ത് ചെയ്യുക, Ctrl+C കോപ്പി. ഇനി ഇയർ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, മുകളിലുണ്ടല്ലോ, ടൈം സേവ് ചെയ്യുക. മുകളിലുള്ളതുകൊണ്ട് എന്ത് ചെയ്യണ്ട, വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ വർക്കിംഗ് ക്യാപിറ്റൽ കാണാൻ പോവാണ്. ആദ്യം എന്ത് വേണം, വർക്കിംഗ് ക്യാപിറ്റൽ എത്ര ആവശ്യമുണ്ട് നോക്കണം, ഓരോ വർഷവും എത്ര ആവശ്യമുണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് വേണം, ഓരോ വർഷം എത്ര വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുണ്ട് എന്ന് കാണണം, ആവശ്യമുള്ളത്. ഓക്കെ, ആദ്യത്തെ വർഷം 1.5 മില്യൺ, അത് ഒന്നാമത്തെ വർഷത്തെ തുടക്കത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ അങ്ങനെ തന്നെ കാണിക്കട്ടോ. ഒന്നാമത്തെ വർഷത്തെ തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ റിക്വയർമെന്റ് എന്ത് ചെയ്യുക, ഒന്നാമത്തെ വർഷം തന്നെ കാണിക്കുക. സോ 1.5 മില്യൺ, 1.5 മില്യൺ എന്ന് പറഞ്ഞാൽ എത്ര എടുക്കാം നമുക്ക്, കമന്റ് ചെയ്തേ. 1.5 മില്യൺ 3 സീറോസ് ഒഴിവാക്കിയിട്ട് എടുക്കണം, എത്ര എടുക്കാൻ പറ്റും, കമന്റ് ചെയ്തേ. 1.5 മില്യൺ 3 സീറോസ് ഒഴിവാക്കിയിട്ട് 1500 എടുക്കുക. ഓക്കെ, 1500 എടുക്കുക. സോ ആദ്യത്തെ വർഷം 1500 റിക്വയർമെന്റ് ഉണ്ട്. ഓക്കെ, പോസിറ്റീവ് തന്നെ എടുത്തോ, പോസിറ്റീവ് തന്നെ എടുത്തു. ഇവിടെ വർക്കിംഗ് നോട്ടിൽ എന്ത് ചെയ്യുക, പിന്നെ ഈ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റിൽ എല്ലാം പോസിറ്റീവ് എടുക്കുക. 1500 റിക്വയർമെന്റ്, അതെന്താവും, ഓരോ വർഷം കൂടുമ്പോൾ 6% കൂടും, 6% കൂടും. അതായത് കഴിഞ്ഞ വർഷത്തേക്കാളും 6% രണ്ടാമത്തെ വർഷം കൂടും. സോ ഇത് സെലക്ട് ചെയ്യുക, ഇൻറ്റു എന്ത് ചെയ്യുക, പല മെത്തേഡിൽ ചെയ്യട്ടോ. 6% കൂടുന്നത് നമുക്ക് എന്ത് ചെയ്യാം, 6% കൂടിയല്ലേ, ഇൻറ്റു 106%, 106% ആവും. കഴിഞ്ഞ വർഷത്തേക്കാളും 106% ആവും. ഓക്കെ, ഇതെന്ത് ചെയ്യുക, ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ എന്ത് കിട്ടും, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കിട്ടും കേട്ടോ. പല രീതിയിൽ ചെയ്യാം, കഴിഞ്ഞ വർഷത്തേക്കാളും 106% കൂടും. സോ ഇങ്ങനെ കിട്ടും കേട്ടോ. ഇവിടെ ഈക്വൽ ടു പ്രസ് ചെയ്യുക, അതിന് തൊട്ട് മുമ്പത്തെ വർഷം അതിനേക്കാൾ 106%, ഇവിടെ എന്തായിരിക്കും, അതിന് തൊട്ട് മുമ്പത്തെ വർഷത്തിനേക്കാളും 106%, ഇവിടെ അതിന് തൊട്ട് മുമ്പത്തെ വർഷത്തിനേക്കാളും 106%, ഇങ്ങനെ കൂടി വരും. ഇത്രയും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഉണ്ട്, ഇത്രയും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഉണ്ട്. ഓക്കെ, ഇനി ഈ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റിലെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കിട്ടി, നമുക്ക് എന്ത് വേണ്ട, ആദ്യത്തെ വർഷം 1500 റിക്വയർമെന്റ് ഉണ്ട്, രണ്ടാമത്തെ വർഷം 1590 റിക്വയർമെന്റ് ഉണ്ട്. സോ ആദ്യത്തെ വർഷം 1500 നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തു, ഇനി അഡീഷണലി 90 കൂടി ഇട്ടാൽ മതി. എന്ത് ചെയ്യണ്ട, വീണ്ടും 1590 ഇടണ്ട, 1500 അവിടെ ഉണ്ടല്ലോ, അഡീഷണലി 90 കൂടി ഇട്ടാൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വർക്കിംഗ് ക്യാപിറ്റൽ കാണുകയാണ്. വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ് മുകളിലേക്ക് പോകുന്നത്, എത്ര എമൗണ്ട് ആണ് മുകളിലേക്ക് പോകുന്നത്. സോ ഒന്നാമത്തെ വർഷത്തിന്റെ തുടക്കത്തിലാണ് ഇത് ആവശ്യം, 1500 ആവശ്യം. ഇത് രണ്ടാമത്തെ വർഷത്തിന്റെ തുടക്കത്തിലാണ്. ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുമ്പത്തെ വർഷത്തിൽ കാണിക്കണം. സോ ഇത് എവിടെ വരും, ഇയർ 0 നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, 1500 ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷെ അത് ഔട്ട്ഫ്ലോ ആണ്, അത് പൈസ അങ്ങോട്ട് ഇടുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ സെല്ല് സെലക്ട് ചെയ്യുക, അതൊന്നും ഇല്ലാത്ത സെല്ല് മൈനസ് ഇത് കൊടുക്കുക. അപ്പൊ എന്ത് വരും, ആൻസർ നെഗറ്റീവ് വരും കേട്ടോ, ആൻസർ നെഗറ്റീവ് വരും. ഓക്കെ, എന്നിട്ട് ഇത് ചെയ്താൽ മതി, ഇത് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ എല്ലാം വരും. ഇതിന്റെ മീനിങ് എന്താ, 1500 ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, ഫർദർ അടുത്ത വർഷം എത്രയും കൂടി മതി, 1590 വേണ്ടി. അപ്പൊ ഞാൻ എത്ര ഇട്ടിട്ടുള്ളൂ, 90 ഇട്ടിട്ടുള്ളൂ. വീണ്ടും 1655, കാരണം 1590 അവിടെ ഉണ്ട്. അപ്പൊ 1655 റിക്വയർമെന്റ്, അപ്പൊ ഞാൻ അഡീഷണൽ എത്രയും കൂടി ഇട്ടാൽ മതി, 95 കൂടി ഇട്ടാൽ മതി. അടുത്ത വർഷം ഞാൻ അഡീഷണൽ എത്രയും കൂടി ഇട്ടാൽ മതി, 101 കൂടി ഇട്ടാൽ മതി. അവസാനത്തെ വർഷം അവിടെ ഉള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഫുൾ എന്ത് ചെയ്യും, തിരിച്ചു കിട്ടും. എല്ലാതും ഞാൻ ചെയ്തു, തിരിച്ചെടുത്തു. ഓക്കെ, എന്ത് ചെയ്യുക, ഈ സെല്ലിൽ നിന്ന് ഈ സെല്ല് മൈനസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, എല്ലാത്തിനും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റൻ ആണ് ഇതേ മെത്തേഡ്, ഈ സെല്ലിൽ നിന്ന് ഈ സെല്ല് മൈനസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഫുൾ ഡ്രാഗ് ചെയ്യുക, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. ഏത് ക്വസ്റ്റനും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും, ആൻസർ കറക്റ്റേ വരുള്ളൂ. ഇവിടെ ഇതൊക്കെ നെഗറ്റീവ് വന്നു, അവസാനത്തെ വർഷം നമുക്ക് തിരിച്ചു കിട്ടുന്നല്ലേ, അവിടെ ഉള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഫുൾ ഞാൻ തിരിച്ചെടുത്തു, അപ്പോൾ പോസിറ്റീവ് വരും. ഓക്കെ, സെറ്റ് അല്ലേ, സെറ്റ് അല്ലടാ, വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടിയോ, കിട്ടിയെങ്കിൽ എസ് കമന്റ് ചെയ്യാം, കിട്ടിയവർ എസ് ഒന്ന് കമന്റ് ചെയ്യാം. വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടി, പക്ഷേ മെത്തേഡ് ഒന്നും പറഞ്ഞല്ലോ. ഇത്രയുള്ളടാ നമുക്ക് വേണ്ടതേ, പിന്നെ ഇൻക്രിമെന്റൽ ആണ്. അതായത് ഒന്നാമത്തെ വർഷം പിന്നെ തുടക്കത്തിൽ 1500 ഇറക്കണം, പിന്നെ അഡീഷണലി എത്രയും കൂടി ഇറക്കിയാൽ മതി, 90 കൂടി ഇറക്കിയാൽ മതി, പിന്നെ അഡീഷണലി 95 കൂടി ഇറക്കിയാൽ മതി, പിന്നെ 101 കൂടി ഇറക്കിയാൽ മതി. അവസാനത്തെ വർഷം ഇതുവരെ ഇറക്കിയ എല്ലാ വർക്കിംഗ് ക്യാപിറ്റലും, അവിടെയുള്ള എല്ലാ വർക്കിംഗ് ക്യാപിറ്റലും നമുക്ക് തിരിച്ചു കിട്ടും. 1757 ആയിക്കോട്ടെ ഉണ്ടാവും, നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്നും ആലോചിക്കണ്ട, ഈ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് മനസ്സിലായില്ലേ, ഒന്നാമത്തെ വർഷത്തിൽ 1500 വേണമായിരുന്നു, പിന്നെ എന്ത് കൂടും, 6% വീതം കൂടും, അങ്ങനെ കൂടി കൂടി വന്നു. റിക്വയർമെന്റ് ഇത്രയും വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുണ്ട്. എന്നിട്ട് ഒന്നാമത്തെ വർഷത്തിന്റെ തുടക്കത്തിലായതുകൊണ്ട് ഇയർ 0 പോവാ, എന്നിട്ട് എന്ത് ചെയ്യാം, പിന്നെ ഞാൻ പറഞ്ഞ ഈ ഒന്നും ഇല്ലാത്ത സെല്ലില്ല, ഈക്വൽ ടു പ്രസ് ചെയ്യുക, ഒന്നും ഇല്ലാത്ത ഇയർ 0 ഒന്നും ഇല്ലല്ലോ, മൈനസ് 1500 ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിനാ നെഗറ്റീവ് വാല്യൂ ഇട്ടാൻ, 1500 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നല്ലേ, നെഗറ്റീവ് വാല്യൂ ഇട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് എന്ത് ചെയ്താൽ മതി, ഡ്രാഗ് ചെയ്ത ആൻസർ കറക്റ്റ് വരും. 4th ഇയർ വരെ ഡ്രാഗ് ചെയ്ത എല്ലാ ആൻസേഴ്സും കറക്റ്റ് വരും. ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും, എല്ലാവർക്കും കിട്ടിയോ, കിട്ടിയിട്ട് എസ് കമന്റ് ചെയ്താൽ ഒന്നും കൂടി, കിട്ടിയവരൊന്നും കൂടി, കിട്ടാത്തവരും എന്ത് ചെയ്യുക, അത് ചെയ്തിട്ട് എസ് കമന്റ് ചെയ്യാം. എല്ലാവർക്കും കിട്ടും, അത് ഓട്ടോമാറ്റിക്കലി വരുവാ. നിങ്ങൾ എല്ലാ ക്വസ്റ്റിനും ഏത് ക്വസ്റ്റൻ ആണെങ്കിലും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഇങ്ങനെ എഴുതുക. ഓക്കെ, 1 ഇയറിന്റെ സ്റ്റാർട്ടിലാണെങ്കിൽ 1 ഇയർ തന്നെ എഴുതണേ, ഇയർ 0 ബ്ലാങ്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഇയർ 0 മൈനസ് ഈ സെല്ലിൽ നിന്ന് ഈ സെല്ല് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, ഇയർ അതായത് 1ന്റെ സ്റ്റാർട്ടിലാണ് ഇയർ 0 കാണിക്കുക, എന്നിട്ട് ട്രാക്ക് ചെയ്താൽ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരും. എക്സാം ട്രിക്ക് ആണ്. ഓക്കെ, ഈ വാല്യൂ ഇവിടെ പോകും, ഇവിടെ വരും കേട്ടോ, മുകളിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇവിടെ വരും, ഈക്വൽ ടു പ്രസ് ചെയ്യുക, ഇയർ 0 മൈനസ് 1500, ഇതെന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക 4th ഇയർ വരെ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് നോട്ട് നമ്മൾ എന്ത് ചെയ്തു, വാല്യൂസ് എടുത്തു. ഓക്കെ, ഇനി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കാണിക്കണം. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാ,
2500 മൈനസ് 2500 നേരത്തെ നമ്മൾ കണ്ടിരുന്നു മൈനസ് 2500 ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തു. സ്ക്രാപ്പ് വാല്യൂ ഇയർ 4 കൊടുക്കേണ്ടത്. അതായത് ആ പ്രൊജക്ടിന്റെ അവസാനം 4 വർഷത്തെ പ്രൊജക്റ്റാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആ 4ാമത്തെ വർഷത്തിന്റെ അവസാനമായിരിക്കും ആ റെസിജ്വൽ വാല്യൂ കിട്ടുക. അപ്പോൾ 125 ഇവിടെ കാണിക്കുക, 4ാമത്തെ വർഷത്തിന്റെ അവസാനം കാണിക്കുക. ഇൻഫ്ലോ ആണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അങ്ങോട്ട് പൈസ കൊടുക്കുന്നതാണ്, റെസിജ്വൽ വാല്യൂ നമുക്ക് ആ സ്ക്രാപ്പ് വാല്യൂ ആണ്, അതായത് വിറ്റിട്ട് ഇങ്ങോട്ട് കിട്ടുന്ന. അപ്പോൾ ഇൻഫ്ലോ ആയിട്ട് കാണിക്കുക 125. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നെറ്റ് ക്യാഷ് ഫ്ലോസ് കിട്ടും. നെറ്റ് ക്യാഷ് ഫ്ലോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ക്യാഷ് ഫ്ലോസ് കിട്ടും. വേണമെങ്കിൽ ആൾട്ട് എച്ച് അടിച്ചാൽ കളർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. എന്ത് ചെയ്യുക, വേറെ ഏതെങ്കിലും കളർ കൊടുത്തിട്ട് നെറ്റ് ക്യാഷ് ഫ്ലോസ് ചെയ്യുക. ഞാൻ കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കണമെന്നില്ല കേട്ടോ, ഏതെങ്കിലും ഒരു കളർ ചെയ്യണമെന്നില്ല. പക്ഷേ അതായത് ഭംഗിയായിരുന്നു കൂടി. എക്സാമിന് കളർ ചെയ്യണ്ടേ, എക്സാമിന് കളർ ചെയ്ത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, കളർ ചെയ്ത് ചെയ്യുക. എക്സാമിന് അങ്ങനെ ടൈം വേസ്റ്റ് ചെയ്ത് അതിന് കളറിങ്ങിനൊന്നും മാർക്കില്ല. ഓക്കെ, ഇത്രയും ചെയ്താൽ നെറ്റ് ക്യാഷ് ഫ്ലോസ് കിട്ടും. അതായത് ഓൾറെഡി നമ്മളെ ഇതുവരെയുള്ള സമ്മ് ചെയ്തിട്ടുണ്ട്, ഇതുവരെയുള്ള ടാക്സബിൾ ക്യാഷ് ഫ്ലോ വരെയുള്ള സമ്മ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് സമ്മ് ചെയ്താൽ മതി. ടാക്സബിൾ ക്യാഷ് ഫ്ലോ തൊട്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വരെയുള്ള സമ്മ് ചെയ്താൽ. ഞാൻ ഓൾറെഡി ഇവിടെ ഇതിന് ഇത് മൈനസ് ചെയ്തുള്ളതാണ് ഈ വാല്യൂ. ഇനി അത് ചെയ്യേണ്ട, മൈനസ് ചെയ്യേണ്ട, അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ വാല്യൂസ് ഒക്കെ മൈനസ് ചെയ്യുക. സോ ഇവിടെ ഈക്വൽ ടു പ്രസ് ചെയ്യുക. ഓൾറെഡി സമ്മ് ചെയ്തത് വേണ്ട, അതിന് ശേഷമുള്ളത്, അത് തൊട്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വരെ. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും, നെറ്റ് ക്യാഷ് ഫ്ലോസ് കിട്ടും. ഇതേപോലെ നെറ്റ് ക്യാഷ് ഫ്ലോസ് കണ്ടേ. നെറ്റ് ക്യാഷ് ഫ്ലോസ് ഉണ്ട്, കിട്ടിയോ? കിട്ടിയ കമന്റ് ചെയ്തേ. നെറ്റ് ക്യാഷ് ഫ്ലോസ് ഈ വാല്യൂസ് കിട്ടിയ കമന്റ് ചെയ്തേ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്ത് കാണണം, നമുക്ക് കാണുന്നത് NPV ആണ്. എന്ത് NPV? നോമിനൽ NPV. നോമിനൽ NPV കാണണം. NPV കാണുന്ന ഇക്വേഷൻ ഈക്വൽ ടു പ്രസ് ചെയ്യുക, NPV എന്ന് ടൈപ്പ് ചെയ്യുക. NPV ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. റേറ്റ് കൊടുക്കണം. റേറ്റ് ഏതാ റേറ്റ് കൊടുക്കുക? നോമിനൽ റേറ്റ് ആണ്. അവരിവിടെ പറയുന്നുണ്ട് നോമിനൽ ആഫ്റ്റർ ടാക്സ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതായത് വാക്ക് ഓഫ് 12%. നോമിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടി 12%. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പിന്നെ ഡിസ്കൗണ്ട് ചെയ്തത്. അപ്പോൾ 12% കോമ റേറ്റ് കൊടുത്തു 12%. നോമിനൽ റേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. നോമിനൽ റേറ്റ് അവിടെ കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഏത് ഇക്വേഷൻ വെച്ചിട്ട് കാണാമായിരുന്നു എന്ന് കമന്റ് ചെയ്തേ. നോമിനൽ റേറ്റ് അവിടെ കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഏത് ഇക്വേഷൻ വെച്ച് കാണാമായിരുന്നു എന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഫിഷേഴ്സ് ഫോർമുല. വെരി ഗുഡ്, ഫിഷേഴ്സ് ഫോർമുല. ഓക്കെ, കോമ 2. എന്നിട്ട് എന്ത് ചെയ്യുക, ഇയർ 0 അല്ലാത്ത എല്ലാ ക്യാഷ് ഫ്ലോസും സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇയർ 0 അല്ലാത്ത എല്ലാ ക്യാഷ് ഫ്ലോസും സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. എന്നിട്ട് പ്ലസ് ഇട്ടതിന് ശേഷം ഇയർ 0 ക്യാഷ് ഫ്ലോയും സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. എന്നിട്ട് പ്ലസ് ഇട്ടതിന് ശേഷം ഇയർ 0 ക്യാഷ് ഫ്ലോയും സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കട്ടോ. ചിലപ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഓക്കെ, ഇവിടെ ഇങ്ങനെ വലിച്ചു നീട്ടിയാൽ മതി. അപ്പോൾ ആൻസർ കിട്ടും, ഫുൾ കിട്ടും. എന്നിട്ട് അതിന്റെ എന്ത് ചെയ്യുക, പിന്നെ ഡെസിമൽ പോയിന്റ്സുകൾ ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് നോമിനൽ NPV. സാറേ, പറയണം. ചില ടൈമിൽ നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോഴേ ആ. നമ്മൾ ഏത് സെല്ലാണ് ഡ്രാഗ് ചെയ്യുന്നത് അതന്നെ മൊത്തം വരും. അത് എന്തിന്റെ ഇഷ്യൂ ആണ്? ഏത് സെല്ലാണ് ഡ്രാഗ് ചെയ്യുന്നത് അതിന്റെ മൊത്തം വരും. അത് ഇതിനിപ്പോൾ കറക്റ്റ് ആയോ ഫുള്ള്? അപ്പോൾ ഓക്കെയാണ്. പക്ഷെ ഇന്നലെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല. അതായത് എടാ നമ്മളേ സെല്ല് സെലക്ട് അതായത് ടൈപ്പ് ചെയ്ത് കൊടുത്ത ആൻസർ മാറും. ടൈപ്പ് ചെയ്ത് കൊടുക്കരുത്, അപ്പൊ ആൻസർ മാറും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു സെല്ല്, ഓക്കെ, ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഞാൻ ഈക്വൽ ടു പ്രസ് ചെയ്തു, 5 ഇൻറ്റു 1 ടൈപ്പ് ചെയ്തു. ഇത് ഞാൻ ഡ്രാഗ് ചെയ്യുമ്പോൾ എന്താ വരിക, എല്ലാം 5 ഇൻറ്റു 1. ഓക്കെ, പകരം ഞാൻ 5 ഇൻറ്റു ഈ 1 സെല്ല് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി ഇത് ഡ്രാഗ് ചെയ്യുമ്പോഴോ മാറി. കാരണം ഇവിടെ എന്തായി, 5 ഇൻറ്റു 2 ആയി, ഇവിടെ 5 ഇൻറ്റു 3 ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കട്ടോ. എപ്പോഴും സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കാതിരിക്കുമ്പോഴാണ് എന്ത് വരിക, ടൈപ്പ് ചെയ്യുമ്പോഴാണ് സെയിം വാല്യൂ വരിക. അപ്പൊ സെല്ല് സെലക്ട് ചെയ്യാൻ നോക്കുക. അത് ചിന്തിക്കണം, അത് കുറെ എക്സൽ ചെയ്യുമ്പോഴേ അത് പ്രാക്ടീസ് ആവുള്ളൂ. ഏതൊക്കെ സ്ഥലത്താണ് സെല്ല് സെലക്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ സ്ഥലത്താണ് ടൈപ്പ് ചെയ്യേണ്ടത് എന്ന് കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, നോമിനൽ NPV കിട്ടിയോ? ഈ വാല്യൂ നോമിനൽ NPV കിട്ടിയോ? ഇത് കിട്ടിയവർ നെക്സ്റ്റ് കമന്റ് ചെയ്തേ. യെസ് യെസ്, ഇത് കിട്ടണേ. എത്ര മാർക്കിന്റെ ക്വസ്റ്റിനാ? 11 മാർക്ക്, 12 മാർക്കാ. അതിൽ 11 മാർക്ക് കാൽക്കുലേഷനും 1 മാർക്ക് കമന്റും ആണ്. അപ്പൊ നമ്മൾ 11 മാർക്ക് കിട്ടി. ഇത്രയും ചെയ്താൽ 11 മാർക്ക് കിട്ടി. ഓക്കെ, ഇനി അതിന്റെ മുകളിൽ കമന്റ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യാണ്, കമന്റ് ചെയ്യാൻ പോണ്. ഇവിടെ തന്നെ കമന്റ് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് സെല്ലുകൾ ആഡ് ചെയ്ത് കൊടുത്തോ. കൺട്രോൾ പ്ലസ് അടിച്ചാൽ എന്താവും, കുറച്ച് സെല്ല് ഇവിടെ ഫോർമാറ്റ് ആസ് ബിലോ. ഇതേപോലെ എന്ത് ചെയ്യുക, കുറച്ച് സെല്ലുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. മീൻസ് ഞാൻ കോളം കൊടുക്കാൻ വന്നാണ് കമന്റ് ചെയ്യാനുള്ളത്. നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. കോളംസ് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതൊക്കെ എന്ത് ചെയ്യുക, ഞാൻ മെർജ് ചെയ്യാണ്.
ഒറ്റ സെല്ലായി. ഇനി ഇവിടെ കമന്റ് ചെയ്യാം, അടിപൊളിയായിട്ട്. മീൻസ് എക്സാമിന് ഇങ്ങനെ ചെയ്യണ്ട, കാരണം എക്സാമിന് കമന്റ് ചെയ്യാൻ അവരെന്ത് തരും, വേർഡ് ഷീറ്റ് തരും. ഓക്കെ, ഇവിടെ നമ്മൾ കമന്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ പ്രൊജക്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? എസ് ഓർ നോ കമന്റ് ചെയ്തേ. ഈ പ്രൊജക്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? എസ്, കാരണം എന്താ? റീസൺ പറയൂ. റീസൺ എന്താ? ഈ പ്രൊജക്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, ശരിയാണ്. അതിന്റെ റീസൺ എന്താ? പോസിറ്റീവ് NPV ആണ്. വെരി ഗുഡ്. NPV എന്താ? പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ കമന്റ് ചെയ്യാം, ദീസ് പ്രൊജക്ട് ഈസ് ആക്സെപ്റ്റബിൾ ആണ്, സിൻസ് ഇറ്റ് ഗീവ്സ് എ പോസിറ്റീവ് NPV ഓഫ് ഡോളർ. എത്ര ഡോളറാ? ഡോളർ 11980. ഇത്രയും ഡോളർ പോസിറ്റീവ് NPV തരുന്നത് കൊണ്ട് ഈ പ്രൊജക്ട് എന്താണ്? ആക്സെപ്റ്റബിൾ ആണ്. ഈ പ്രൊജക്ട് ആക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് ഈ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡറിന്റെ വെൽത്ത് വാല്യൂ എത്ര കൂടും? 11,980 കൂടും. സോ ദിസ് പ്രൊജക്ട് വിൽ ഇൻക്രീസ് ഷെയർഹോൾഡറുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യും. ഷെയർഹോൾഡേഴ്സ് വെൽത്ത് ബൈ ഡോളർ 11,980. അത്രയും ഡോളർ എന്ത് ചെയ്യും? ഷെയർഹോൾഡറുടെ വെൽത്ത് കൂടും. കമന്റ് ചെയ്തു. ഓക്കെ, അത് റാപ്പ് ടെസ്റ്റ് കൊടുത്താൽ, റാപ്പ് ടെസ്റ്റ് ഇവിടെ അങ്ങനെ മുകളിൽ റാപ്പ് ടെസ്റ്റ് കൊടുത്താൽ ഇങ്ങനെ വരും കേട്ടോ. ഈ പ്രൊജക്ട് ആക്സെപ്റ്റബിൾ ആണ്, കാരണം അത് പോസിറ്റീവ് NPV തരുന്നുണ്ട്. ഇത്രയും എമൗണ്ട് പോസിറ്റീവ് NPV തരുന്നുണ്ട്. ഓക്കെ, അത് ഷെയർ ഹോൾഡർ വെൽത്ത് അത്രയും എമൗണ്ട് കൂട്ടും. ഈ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് എന്ത് ചെയ്യും? ഷെയർ ഹോൾഡറുടെ വെൽത്ത് കൂട്ടും.